ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ? നമ്മുടെ റിസോർട്ടിൽ 40ഓളം ഗസ്റ്റ് ഉണ്ട് കേട്ടോ. അവരൊരു ഗ്രൂപ്പാണ്. അപ്പോൾ ഇന്ന് അവർക്ക് കുടംപുളി ഇട്ട് വറ്റിച്ച മീൻ വേണം, മീൻകറി, കപ്പയും മീൻകറി. പിന്നെ ഉള്ളത് ഗീ റൈസ്, ചിക്കൻ കറി, ചപ്പാത്തി, നമ്മുടെ സ്പെഷ്യൽ ബീഫ് ഫ്രൈ, പിന്നെ നമ്മുടെ 4 മണിക്ക് ഇലയിട, നമ്മുടെ കുമ്പളപ്പം ഇല്ലേ അത്. അപ്പോൾ ഇന്ന് നല്ല തിരക്കുള്ള ദിവസമാണ്. ഇപ്പോൾ രാവിലെ തന്നെ പരിപാടി തുടങ്ങിയതാണ്. അപ്പോൾ ഇന്ന് സാധാരണ ഇപ്പോൾ ട്രോളിംഗ് ഒക്കെ ആയതുകൊണ്ട് നല്ല മീൻ കിട്ടുന്നില്ലായിരുന്നേ. അയലയൊക്കെ കൊടുത്താണ്. ഇന്ന് നല്ല വറ്റ കിട്ടി കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ വറ്റയൊന്ന് കുടംപുളിയിട്ട് വറ്റിക്കാൻ പോവുക. നേരത്തെ ചെയ്തിട്ടുള്ള വീഡിയോ, എന്നാലും ഞാൻ നമ്മുടെ റിസോർട്ടിലേക്ക് വന്ന ഗസ്റ്റിനുണ്ടാക്കുന്ന മീൻകറി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇതാ വെട്ടി കഴുകി നല്ലപോലെ, ഈ വെട്ടി വരുന്നത് കൊണ്ടേ നമുക്ക് പിന്നെ ഒന്ന് വൃത്തിയാക്കാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് ഞാൻ വിനാഗിരി വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ട് പിന്നെ ഉപ്പൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്ന മീനാണ് കേട്ടോ. നല്ല ഫ്രഷ് മീനാണ്. അപ്പോൾ അതാ മുളക് പൊടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മളൊരു പരിപാടി ചെയ്യുന്നതിന് വരും. പിന്നെ പുളിവെള്ളം, ഇതാ കുടംപുളി ഞാൻ തിളപ്പിച്ച് കൊണ്ടുവന്നേക്കുന്നതാണ്. ശരിക്കും ഞാൻ കുറേ കുടംപുളി ഇങ്ങനെ നല്ല വൃത്തിക്ക് കഴുകി തിളപ്പിച്ച് അത് ഫ്രിഡ്ജിൽ അങ്ങ് സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. എപ്പോഴെപ്പോഴും തിളപ്പിക്കണ്ടല്ലോ. എത്ര നാളായാലും നല്ല ബോക്സിലാക്കി വെച്ചാൽ ഒന്നും ആവത്തില്ല. ഇപ്പം അതാ നല്ല എരിവും നല്ല പുളിയും ഉപ്പും എല്ലാം കൂടെ ചേർന്നിട്ട് നല്ലൊരു അടിപൊളി കറിയാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു മസാല റെഡിയാക്കണം. അതിന് വേണ്ടി ഞാനിപ്പം ഇതിപ്പോൾ എത്ര ഉണ്ടെന്നറിയാമോ? ഒരു 7 സ്പൂൺ മുളക് പൊടി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തേ. എന്നിട്ട് ഇത് വെള്ളത്തിലൊന്ന് കുഴച്ച് വെക്കും കേട്ടോ. അത് എന്തിനാണെന്നറിയോ? എന്നാൽ കുത്തലൊന്നും ഉണ്ടാവില്ല. തന്നെയല്ല, ഈ മുളക് പൊടി ഇങ്ങനെ കുതിർന്ന് കഴിഞ്ഞാൽ എണ്ണയിലോട്ട് നേരിട്ടിടുന്നതിലും നല്ലത്. ഇങ്ങനെ ഇടുമ്പോൾ കരിഞ്ഞു പോകത്തില്ല, കുത്തൽ ചൊവ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കുതിർത്തി വെക്കുന്നത് കേട്ടോ, വെള്ളം ഒഴിച്ച്. പിന്നെയെന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് നമ്മളിത് ചേർത്തതിന് ശേഷം ഉണ്ടല്ലോ, ബാക്കി നമുക്ക് കറിയൊക്കെ ലാസ്റ്റ് സെറ്റായി കഴിഞ്ഞിട്ട് മുളക് പൊടി ഇല്ല എന്നൊക്കെ തോന്നുവാണെങ്കിൽ കുറച്ച് ഈ മിക്സ് അങ്ങോട്ട് ചേർത്ത് കൊടുത്താലും അടിപൊളിയാണ്. ഇന്നെന്നാ പറയുക, വേറൊരു പാൻ എടുത്തു കേട്ടോ. അതിനകത്താണ്, ഈ പാത്രത്തിൽ നമ്മളൊരു മസാല ഉണ്ടാക്കുന്നത്. അതിന് ശേഷം ആ മസാല മൺചട്ടിയിലോട്ട് സെറ്റ് ചെയ്ത് നമ്മൾ കറി എടുപ്പ് വെക്കുള്ളേ. വിറകടുപ്പിലാണ് വെക്കുന്നത്. പക്ഷെ എന്നാലും നിങ്ങളെ ഞാനിതൊന്ന് കാണിച്ചു തരുന്നത് സ്റ്റൗവിൽ വെച്ചിട്ടാണ് കേട്ടോ. കുറച്ച് ഉലുവ ഇട്ടു. ചിലവർ ഉലുവ പൊടി ഇടുന്നവരുണ്ട്. അത് നമുക്ക് മീനൊക്കെ ഇങ്ങനെ ഫ്രഷ് അല്ലാത്ത മീനൊക്കെ ആണെങ്കിൽ ലാസ്റ്റ് ഇച്ചിരി ഉലുവയും കടുവൊക്കെ പൊട്ടിച്ചിട്ടാൽ നല്ലതാണ്. പക്ഷേ ഇത് നല്ല ഫ്രഷ് മീൻ, അതുകൊണ്ട് ഞാനിപ്പോൾ ഇത്രയും ഉലുവ ഇടുന്നുള്ളേ. പക്ഷെ ഞാൻ ഇച്ചിരി കടുക് ഇടും. ഒരു കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞപ്പം ഇതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇന്ന് ചുമന്ന് വരുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നല്ല പോലെ ഇങ്ങനെ ചുമന്ന് വരണം കേട്ടോ. അപ്പോഴാണ് കറിക്ക് ടേസ്റ്റ് വരുള്ളൂ. ആ സമയത്ത് വേണം നമുക്ക് നമ്മുടെ മസാല ചേർത്ത് കൊടുക്കാം. മുളക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മുളക്. ഇനി ഈ മസാലയില്ലേ നല്ല പോലെ ഒന്ന് മൂത്ത് വരണം കേട്ടോ. എന്നാലാണ് അതിൻ്റെ കറിയുടെ ടേസ്റ്റ്. എണ്ണ തെളിയുന്നവരെ നമുക്കൊന്ന് നല്ല പോലെ ഒന്ന് മൂത്ത് വരണം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ ഉപ്പും കുടംപുളി വെള്ളവുമാണ്, പുളിവെള്ളവും. ആദ്യം നമുക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. മീൻകറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ഇപ്പം ചേർത്ത് കൊടുക്കും. ഓക്കെ. ഇവിടെ മുളക് പൊടിയുടെ കളറൊക്കെ മാറി നല്ല പോലെ മൂത്ത് വരുന്നുണ്ട്. ഇതിങ്ങനെ ഒന്ന് ഇളക്കാതെ ഇരിക്കുകയാണെങ്കിൽ എണ്ണ തെളിയുന്നതാണ്. ആ സമയത്ത് നമ്മൾ പുളിവെള്ളം ഒഴിക്കുവാണേ. നമ്മുടെ കറിക്ക് നമ്മുടെ മനസ്സിലൊരു അളവുണ്ടാവുമല്ലോ പുളിവെള്ളത്തിൻ്റെ. അപ്പോൾ അത്ര ആവുമ്പോൾ നിർത്തിക്കൊള്ളുക. എന്നിട്ട് നമ്മൾ
നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്താൽ മതി. മൊത്തം പുളിവെള്ളവും കൂടെ ഒഴിച്ചിട്ട് പുളി ഭയങ്കര കൂടുതലാവരുത് മീൻകറിക്ക്. ഉപ്പും പുളിയും എരിവും എല്ലാം വേണം. അപ്പോൾ ഒരേപോലെ ലാസ്റ്റ് വേണമെങ്കിലുണ്ടല്ലോ ഒരു ഇച്ചിരി കട്ട തേങ്ങാപ്പാലും കൂടി ഒഴിച്ചാൽ ആ തേങ്ങാപ്പാലിൻ്റെ ഒരു മധുരവും എല്ലാം കൂടി ആകുമ്പോൾ മീൻകറി നല്ല അടിപൊളിയാവും. ഇപ്പോൾ ഒത്തിരി തിരക്കൊക്കെ ഉള്ളവരാണെങ്കിൽ ഇല്ലേ, ഇതുപോലെ ഈ മിക്സ് ഉണ്ടാക്കി നിങ്ങൾ ഓപ്പൺ എയർ 2 ആഴ്ച വരെ ഇരിക്കും, ഒന്നും ആവത്തില്ല. ഇല്ല എങ്കിൽ കുറേ കൂടുതൽ നാളും കൂടി ഇരിക്കണമെങ്കിൽ ഫ്രിഡ്ജിൽ ഒരു ബോക്സിനകത്താക്കി വെച്ചോ. ഇപ്പം ഇതെന്നാന്നറിയോ ചെയ്യേണ്ടിയേ, ഈ ഒരു മിക്സ് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോൾ മീൻ കറി വെക്കണമെങ്കിലും, ഇപ്പോൾ 1/2 കിലോ മീനാണെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് കഴുകി വൃത്തിയാക്കി ചട്ടിയിലോട്ട് ഇടുക, ഈ മിക്സ് എടുത്തിടുക, ഒരു ഇച്ചിരി വെള്ളവും കൂടെ ചേർത്ത് വറ്റിച്ചെടുക്കുക. അപ്പോൾ മീൻകറി റെഡിയാവും. നമുക്ക് ഇതിന് ഉപ്പും പുളിയും കറിവേപ്പിലയും എല്ലാ സാധനങ്ങളും ഇതിൽ തന്നെ ഉള്ളത് കൊണ്ട് വേറെ ഒന്നും ചേർക്കേണ്ടി വരത്തില്ല. ഈ മിക്സ് എടുത്ത് സൂക്ഷിച്ച് വെച്ചാൽ മതി. കണ്ടോ, നല്ല പോലെ വീണ്ടും തിളച്ചു വന്നു. ഈ സമയത്ത് നമ്മൾ സ്റ്റൗ എല്ലാം ഓഫ് ചെയ്യുവാണേ. മൺചട്ടി എടുത്ത് ഒരിച്ചിരി വെളിച്ചെണ്ണ, ചട്ടിയില, വേപ്പിലത്തണ്ട്, ഫ്ലേവർ ഇറങ്ങും, അടിക്കാൻ പിടിക്കത്തില്ല. എന്നിട്ട് അത് വെച്ചിട്ട് ഈ വെളിച്ചെണ്ണയുടെ കണ്ടോ എല്ലായിടത്തും ഒന്ന് ആക്കി മീൻ പെറുക്കി ഇടാം. ഒരു ലെയർ മസാല അങ്ങോട്ട് ചേർത്ത് കൊടുക്കണം. മീൻ വയ്ക്കാം. ഇടയിൽ കൂടെ കറിവേപ്പില ഉണ്ടെങ്കിൽ ഇച്ചിരി ഇട്ട് കൊടുത്തോട്ടോ, നല്ലതാ. നമ്മുടെ മസാല ഈ ലെയറും കൂടെ അങ്ങനെ അങ്ങോട്ട് കോരിയിട്ടു. ഇപ്പം നിങ്ങൾ ഈ കറി ചോറിനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതിനകത്ത് വെള്ളം ഒഴിക്കുകയേ വേണ്ട കേട്ടോ. മീനകത്തുനിന്ന് വെള്ളം ഇറങ്ങും. എന്നിട്ട് നമ്മളിത് മൂടി വെച്ച് സ്റ്റൗ ഒക്കെ ഓൺ ചെയ്ത് അല്ലെ വിറകടുപ്പിലോ കൊണ്ടങ്ങ് വെക്കുക. ഇതിപ്പോൾ കപ്പയ്ക്കാണ് ഞാൻ കൊടുക്കുന്നത്, അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം നമ്മുടെ അരപ്പ് കഴുകിയ ഈ പാത്രം കഴുകിയ വെള്ളമില്ലേ, അത് ഇച്ചിരി ഒഴിച്ച് ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. അപ്പോൾ ചെറു തീയിൽ വേണം, വറ്റിച്ചെടുക്കുമ്പോൾ ചെറു തീയിൽ വെച്ചിട്ട് അങ്ങനെ നമ്മൾ വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ ഈ വെള്ളവും കൂടെ ഒഴിക്കുന്നത് കപ്പയ്ക്കായുണ്ടാണ് കേട്ടോ. ചാറ് വേണം. ചെറു തീയിലായിരിക്കണം, തിള വരുന്നവരെ അടിക്ക് പിടിക്കരുത്, ശ്രദ്ധിച്ചോളുക. എന്നിട്ട് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ തവി ഇടാനും പാടില്ല കേട്ടോ. മൂടി വെച്ച് നമ്മുടെ മീൻകറിയെ ഞാൻ വിറകടുപ്പിലോട്ട് കൊണ്ടുപോകാം കേട്ടോ. ഞാൻ എപ്പോഴും ബീഫാണെങ്കിലും മീൻകറി ആണെങ്കിലും വിറകടുപ്പിൽ, പിന്നെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ സ്റ്റൗവിലൊക്കെ കാണിച്ചു തരുന്നത്. അപ്പം ഞാൻ മീൻകറി എന്തായാലും വിറകടുപ്പിലോട്ട് കൊണ്ടുപോവാണേ. മൊത്തം അടിയിൽ നിന്നല്ലേ ഈ സ്റ്റൗവിന് വരുള്ളൂ. 4 സൈഡിൽ നിന്ന് തീ വന്നാലേ മീൻകറിക്ക് ഒരു ടേസ്റ്റ് ഇടും. അപ്പോൾ നമുക്ക് വിറകടുപ്പിൽ കൊണ്ടുപോകാം. ഇനി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചുറ്റിച്ച് വെക്കണം കേട്ടോ. അത് കഴിയുമ്പോൾ ഒരു 10 മിനിറ്റ് കൊണ്ട് 15 മിനിറ്റ് കൊണ്ട് നമ്മുടെ മീൻകറി റെഡിയാവും കേട്ടോ. 4 സൈഡിൽ നിന്ന് തീ വരുന്നതാണ്. അങ്ങനെ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാ നോക്കിയേ, ഉപ്പും പുളിയൊക്കെ നമുക്കേ ഇവിടെ നമ്മൾ ഷൂട്ട് ചെയ്യാത്ത എന്നാണെന്നറിയോ, നമുക്ക് ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കേണ്ടി വരും. നമുക്ക് ഇങ്ങനെ അടുപ്പ് ഇങ്ങനെ ആയതുകൊണ്ടേ ഇതുണ്ടോ ഇത്രയും ചാറ് വന്നത്. ഞാൻ കപ്പയ്ക്ക് വേണ്ടിയിട്ടുള്ള കറി ആയതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞില്ലേ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ചോറിനാണെങ്കിൽ വെള്ളം ഒഴിക്കരുത്, വറ്റിച്ചങ്ങ് എടുക്കണം കേട്ടോ. ഇത് ഇന്ന് കറി വെച്ചിട്ട് നാളെ കൂട്ടണം, അതാണ് ടേസ്റ്റ്. എന്നാ രുചിയാണെന്നറിയോ ഈ കുടമ്പുളിയിട്ട നമ്മുടെ കോട്ടൺ സ്റ്റൈൽ മീൻകറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. അപ്പോൾ എന്തായാലും നമ്മുടെ മീൻകറിയൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി ഞാൻ അടുപ്പിൽ നിന്ന് മാറ്റുവാണ്. ഉടനെ തന്നെ നമുക്ക് ബീഫ് അടുപ്പേ കയറ്റണം. അതുപോലെ തന്നെ കുമ്പളപ്പത്തിനുള്ള പണി അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മീൻകറിയൊക്കെ അവിടെ റെഡിയായി.
പിന്നെ ദാ ചക്ക വരട്ടിക്കൊണ്ടിരിക്കുന്നു. നമ്മളത് വേനൽക്കാലത്ത് എടുത്തു വെച്ച പഴുത്തേക്കാ കേട്ടോ. അത് വരട്ടിക്കൊണ്ടിരിക്കുക. ഇനിയിപ്പം ഇതിനകത്ത് ബാക്കി സാധനങ്ങളൊക്കെ ചേർത്തിട്ട് വേണം നമുക്ക് കുമ്പിളപ്പം ഉണ്ടാക്കാൻ. ആ പരിപാടിയും നടക്കുന്നു. ശർക്കര ഇവിടെ ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ ഈ മീൻകറി നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. മസാല എടുത്ത് സമയമില്ലാത്തവരൊക്കെ ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കുക. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന, എന്നാലും ഞാൻ ഒന്നുകൂടെ കാണിച്ചു എന്നേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.